മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ പടച്ചവനോട് ചോദിക്കുന്നു, ആരാ തമ്പുരാനെ, എന്നെക്കാലം നിന്നിലേക്ക് അടുത്തതാരാണ്? ആ സമയത്ത് അല്ലാഹു പറയുന്നതാ അവിടുന്ന് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്ന, മൂസാ നബിയേ, അവസാനമതാ പടച്ചവനെ ഒരു കാലഘട്ടം കടന്നു വരും, അവസാനം ഒരു ഉമ്മത്ത് കടന്നു വരും, അതാ അവസാനം ഒരു സമുദായം കടന്നു വരും. ആ സമുദായത്തിന് റമളാൻ എന്ന് പറയുന്ന ഒരു പുണ്യമായ മാസം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന ഒരു മാസം ഞാൻ ആ അവസാന സമുദായത്തിന് കൊടുക്കുന്നുണ്ട്. ആ മാസം അവർക്ക് കൊടുത്തു കഴിയുമ്പോ അവര് നീ എന്നിലേക്ക് അടുത്തതിനേക്കാൾ ആ റമളാൻ കൊണ്ട് എന്നിലേക്ക് അടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാനം ഒരു സമുദായം ഞാനും നിങ്ങളുമുണ്ടല്ലോ, അല്ലാഹു പറയുന്ന അവർക്ക് റമളാൻ എന്ന് പറയുന്ന ഒരു പുണ്യമായ മാസം ഞാൻ കൊടുക്കുകയാണ്. ആ മാസം അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ എന്നിലേക്ക് അടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, നമ്മൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ 70,000 മറകളുണ്ടായിരുന്നു. 70,000 മറകളുണ്ടായിരുന്നു. ആ 70,000 മറകൾക്ക് അപ്പുറത്ത് നിന്നാണ് നീ എന്റെ ശബ്ദം കേട്ടത്. പക്ഷേ മൂസാ നബിയേ, അവസാന സമുദായമുണ്ടല്ലോ, അവര് റമളാൻ മാസത്തില് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സുബഹിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ പടച്ചവനെ അവരെല്ലാവരും പട്ടിണി ഇരിക്കുകയാണ്. അതാ വറ്റിയ ചുണ്ടുമായി, അതാ പടച്ചവനെ ചുരുങ്ങിപ്പോയ കുടലുമായി. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരുടെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നിട്ട് അവസാനം ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, ഭക്ഷണമെല്ലാം എടുത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു പറയുന്നു, മൂസാ നബിയേ, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ 70,000 മറയുണ്ടായിരുന്നെങ്കിൽ ആ നോമ്പ് പിടിച്ച സാധുവായ മനുഷ്യനുണ്ടല്ലോ, അവന് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, അവരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെയും എന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. ആ നോമ്പുകാരന്റെയും എന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ വന്നു നിൽക്കുന്ന സമയമാണ്. എന്ത് ചോദിച്ചാലും തരുന്ന സമയമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറഞ്ഞത്. ദഅൂത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതാ നോമ്പ് തുറക്കുന്ന സമയത്ത് അതാ തട്ടാത്ത ഒരു ദുആ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്, ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അല്ലാഹു ഒരു മറയുമില്ലാതെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അതാ പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോൾ ആ മൂസാ നബി പടച്ച റബ്ബിലേക്ക് അടുക്കുന്നതിനേക്കാൾ, ആ മൂസാ നബി അല്ലാഹുവിലേക്ക് അടുത്തതിനേക്കാൾ ഞാനും നിങ്ങളും അടുക്കേണ്ട മാസമല്ലേ റമളാൻ മാസം. നമുക്ക് വേണ്ടിയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. ആ സ്വർഗം ദുആ ചെയ്യുന്നത്, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. പക്ഷേ നമ്മളിൽ പലർക്കും നമ്മുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുമ്പോ പലർക്കും സംസാരിക്കാൻ മടിയാണ്. കാരണം വായിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കാരണം, ദുർഗന്ധമടിക്കുന്നത് കാരണം മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും മടി കാണിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ അതാ നിന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ,
നിന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ഈ ദുർഗന്ധത്തിന്റെ മഹത്വം നിനക്കറിയോ? ഇത് അല്ലാഹുവിന്റെ മുന്നിൽ കസ്തൂരിയെക്കാളും വാസനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് നോമ്പുകാര് ഉച്ച സമയത്ത് മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോമ്പുകാരാണ്, നിങ്ങൾ പല്ല് തേക്കല്ലേ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം. അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ രണ്ടാമത് മോദി കഴിയുമ്പോ അതാ പള്ളിപ്പറമ്പിൽ നിന്ന് കബർ പൊളിച്ചിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നുണ്ട്, 41 വിഭാഗത്തിലാണ് എന്റെ സമുദായം കടന്നു വരുന്നത്. പട്ടികയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയുടെ രൂപത്തിൽ, പിന്താരത്ത് കൊടി കുത്തിവെച്ച് വരുന്നവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, എടഞ്ഞു വരുന്നവർ, നടന്നു വരുന്നവർ, ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മുഖത്ത് മാംസമില്ലാതെ എല്ലുകൾ മാത്രം കാണിച്ചുകൊണ്ട് നടന്നു വരുന്നവർ. അല്ലാഹുവേ 41 വിഭാഗത്തിലെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അതാ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹുവേ ആ മാസത്തിനെ ബഹുമാനിച്ചവരുണ്ടല്ലോ, ആ മാസത്തിനെ ആദരിച്ചവരുണ്ടല്ലോ, ആ മാസം പകൽ മുഴുവനും നോമ്പ് പിടിച്ചവരുണ്ടല്ലോ, അവര് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ കോടതിയില് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. എല്ലാ പ്രവാചകന്മാരും, ആദം നബിയുണ്ട്, നൂഹ് നബിയുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, മൂസാ നബിയുണ്ട്, ദാവൂദ് നബിയുണ്ട്, യാക്കൂബ് നബിയുണ്ട്, യൂനുസ് നബിയുണ്ട്, യൂസുഫ് നബിയുണ്ട്, ഹാറൂൻ നബിയുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അതാ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും കടന്നു വരികയാ. എങ്ങനെയാ തിരിച്ചറിയുന്നത്? എന്നെയും നിങ്ങളെയും തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയുമോ? പ്രവാചകൻ പറയുന്ന സ്വഹാബാ, നോമ്പുകാരന്റെ വായിൽ നിന്ന് സുഗന്ധമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മളെ തിരിച്ചറിയുന്നത് നമ്മുടെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധം കൊണ്ടാണ്. നമ്മുടെ വായിൽ നിന്നടിക്കുന്ന, നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധം കാരണമാണ് നോമ്പുകാരെ തിരിച്ചറിയുന്നതെന്ന് മഹാനായ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ നമ്മുടെ വായിലെ ദുർഗന്ധത്തിന്റെ മഹത്വമാ പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനിരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കാറ്റടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവേ, ജനങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, റബ്ബനാ, അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ ഈ സുഗന്ധം ഏതാണല്ലാ? സ്വർഗത്തിൽ വന്നത് മുതൽ ഇടയ്ക്കിടയ്ക്ക് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശാറുണ്ടല്ലോ. എന്താണ് പടച്ചവര്? ഈ സുഗന്ധം ഏതാണ് തമ്പുരാന്? ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? ആ സമയത്ത് വയുനാദിൽ മുനാദി, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവിടുന്ന് വിളിച്ചു പറയുകയാ, ആ സ്വർഗത്തിൽ അടിച്ചു വീശുന്ന സുഗന്ധം ഏതെന്നറിയുവോ? അത് നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന സുഗന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിൽ ഇങ്ങനെ എല്ലാരും നിൽക്കുമ്പോ ഒരു സുഗന്ധം, ഒരു കാറ്റിങ്ങനെ അടിക്കുമ്പോ വല്ലാത്ത ഒരു പരിമളം അങ്ങനെ അടിച്ചു വീശ. എവിടുന്നാ പടച്ചവനെ ഇത്? വന്നപ്പം മുതൽ ഇങ്ങനെ അടിക്കണുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ വന്നത് മുതൽ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കുന്ന എവിടെ നിന്നാ അല്ലാ? ആ സമയത്ത് പറയുമത്രേ, എന്റെയും നിങ്ങളുടെയും വായിൽ ഈ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് അടിക്കുന്ന ഈ ദുർഗന്ധമുണ്ടല്ലോ, അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ നമുക്കത് മനസ്സിലാകുന്നില്ല. ഒരു സുന്നത്തിന് 70, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാ നരകത്തിൽ നിന്ന് കയറുന്നേ. റമളാനിന്റെ 30 ദിവസവും ലക്ഷങ്ങൾ നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിന്റെ ലിസ്റ്റിൽ പേര് വന്നു. എന്റെ പ്രിയമുള്ളവരെ, അതിൽ ഇടയ്ക്കൊക്കെ ചില പ്രത്യേകമായിട്ട് ദിവസം, പിന്നെ അന്ന് കണക്കൊന്നുമില്ല, അങ്ങ് വാരി വിടുക, അന്ന് കണക്കൊന്നുമില്ല. ഈ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് പോലും എന്തേ നമുക്ക് ഈ റമളാനിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഞാനും നിങ്ങളും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന രംഗമുണ്ടല്ലോ. ഒരു നോമ്പുകാരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആ മനുഷ്യന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിൽ മലക്കുകൾ ദുആ ചെയ്യുന്നു. അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, ഒരു നോമ്പുകാരൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് മലക്കുകൾ ദുആ ചെയ്യുന്ന, പടച്ചവര് ഇവനെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അതാ ഒരു മലക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, അതാ കടന്നിരുന്ന വിരിപ്പങ്ങു മാറ്റുമ്പോ ആ വിരിപ്പ് പോലും ദുആ ചെയ്യുന്നു. അല്ലാ, ഈ മനുഷ്യന് നീ സ്വർഗത്തിലെ വിരിപ്പ് കൊടുക്കണേ അല്ലാ. നമ്മൾ കടന്നിരുന്ന ബെഡുണ്ടല്ലോ, നമ്മൾ പുതച്ചിരുന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റു, അല്ലാഹുവേ, ഒരു വസ്ത്രമെടുത്ത് ധരിക്കുമ്പോ ഞാനും നിങ്ങളും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടുപ്പെടുത്ത് ശരീരത്തിൽ ഇടുമ്പോ ആ വസ്ത്രം പോലും ദുആ ചെയ്യുന്നു. അല്ലാ, ഈ മനുഷ്യന് സ്വർഗത്തിലെ വസ്ത്രം ധരിപ്പിക്കണേ അല്ലാ. വസ്ത്രം ദുആ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കാലിലേക്ക് ചെരുപ്പിടുമ്പോ, അത് കഴിഞ്ഞിട്ട് കാലിലേക്ക് ചെരുപ്പിടുമ്പോ ആ ചെരുപ്പ് ദുആ ചെയ്യുന്നു. അല്ലാ, നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, അല്ലാഹുവേ, വല്ലാത്ത ഇരുളുള്ള, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള, വല്ലാത്ത വഴുവഴുപ്പുള്ള, അല്ലാഹുവേ, ഒരുപാട് ദൂരമുള്ള ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തില് ഇവന്റെ കാല് നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. നോമ്പുകാരന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പോലും ദുആ ചെയ്യുകയാ. അവിടെ നിന്ന് ഉതുവെടുക്കുന്നതിന് വേണ്ടി കിടന്നു ചെന്നു, അതാ പാത്രം ഇങ്ങനെ എടുക്കുമ്പോ ആ പാത്രം ദുആ ചെയ്യുന്നു. പടച്ചവരെ, ഈ മനുഷ്യന് നീ സ്വർഗത്തിലെ പാത്രത്തില് വെള്ളം കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. രാവിലെ എടുക്കുന്ന പാത്രം ദുആ ചെയ്യുകയാ. അവിടെ നിന്ന് ഉതുവെടുക്കുന്നതിന് വേണ്ടി പടച്ചവനെ വെള്ളത്തിലേക്ക് കൈയിടുമ്പോ വെള്ളം ദുആ ചെയ്യുന്നു. നാദാ, ഇവന്റെ പാപങ്ങൾ കഴുകി കളയണേ അല്ലാ, ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ. അവിടെ നിന്ന് വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ വെള്ളം ദുആ ചെയ്യുകയാണ്. അവിടെ നിന്ന് വെള്ളം കോരിയിട്ട് ഞാനും നിങ്ങളും ഉതുവെടുക്കുമ്പോ, കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ പടച്ചവനെ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാ, ഈ കഴുകുന്ന സ്ഥലങ്ങളെല്ലാം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നീ പ്രകാശിപ്പിക്കണേ അല്ലാ.
ചിന്തിക്കുക സഹോദരാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കിന്റെ ദുആയാണ്. കിടന്ന വിരിപ്പ് ദുആ ചെയ്യുന്നു, ഇടുന്ന വസ്ത്രം ദുആ ചെയ്യുന്നു, അതാ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ദുആ ചെയ്യുന്നു, കൈകൊണ്ട് തൊടുന്ന പാത്രങ്ങൾ ദുആ ചെയ്യുന്നു. ഒതുവെടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് കൈയിടുമ്പോൾ നിനക്ക് വേണ്ടി വെള്ളം പോലും ദുആ ചെയ്യുമെങ്കിലോ ഇതിനെക്കാലം എന്ത് പ്രതിഫലമാ വേണ്ടത്? ഇതിനെക്കാലം എന്ത് പ്രതിഫലമാ വേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ മാസം നിസാര മാസമല്ല, ഇത് തള്ളിക്കളയേണ്ട മാസമല്ല, കളിക്കേണ്ട മാസമല്ല, തമാശ കാണിക്കേണ്ട മാസമല്ല, ഇത് പരിശുദ്ധമായ റമളാനാണ്. മോനെ, റമളാനിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും അവസരമുണ്ട്, നരകം വാങ്ങിത്തരാനും അവസരമുണ്ട്. അത് മറന്നു പോകല്ലേ, അത് മറന്നു പോകല്ലേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ ഇരിക്കുന്ന സഹോദരങ്ങള് സഹോദരിമാര് നമുക്കെല്ലാം ഉറങ്ങാൻ കിട്ടുന്ന സമയമാണ്. ഉച്ച കഴിഞ്ഞാ പലർക്കും തിരക്കാണല്ലോ. എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട്, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഇന്നെല്ലാവരും പടച്ചവനെ കടന്നു വന്നല്ലോ. പ്രായം ചെന്ന ഉമ്മാ, നീ നടന്നതിന് പരാതി പറയരുത്. ഈ വഅദിന്റെ സദസ്സിലേക്ക് നടന്നു വന്നതിനെ കുറിച്ച് നീ ഒരിക്കലും ഭയപ്പെടണ്ട, പരാതി പറയണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി പറയുന്നു, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾ പലരും നടന്നല്ലോ, ഒരു 10 ചുവട്ടടിയെങ്കിലും വെച്ചവരുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ അതാഹു അല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സനാ. ഈ സദസ്സിലേക്ക് നടന്നു വന്നവര്, വെയിൽ കൊണ്ടുകൊണ്ട് നോമ്പ് പിടിച്ചിട്ടും ഇവിടേക്ക് കടന്നു വന്നവര്, നിങ്ങളെ ചവിട്ടിയ ഓരോ ചുവട്ടടിയുണ്ടല്ലോ, അത് വെറുതെയല്ല, അത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നാൽ, ഇൽമു കേൾക്കുന്നതിന് വേണ്ടി നടന്നാൽ, നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നടന്നാൽ, ആ ചുവട്ടുന്ന ഒരു ചുവട്ടടി ഉണ്ടല്ലോ, ആ ഒരു ചുവട്ടടിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇബാദത്ത സനാ. നിനക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. ഒരു ചുവട്ടടിക്ക് ഈ വാഴ കേൾക്കാമെന്ന ഈ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ നീ ചവിട്ടിയ ഒരു ചുവട്ടടിക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം വേറെ എവിടെ നിന്നാ കിട്ടുന്നത്? ഇത് റമളാനിന്റെ പ്രത്യേകതയല്ലേ, ഈ മാസത്തിൽ മാത്രം കിട്ടുന്ന പ്രതിഫലമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ അവിടെന്ന് മുത്തുനബി പറഞ്ഞു തരുന്നു, നിന്റെ ഒരു ചുവട്ടടിക്ക് വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മജ്തമഅ ഖൗമുൻ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖഫത്തുഹുമുൽ മലായിക. അവിടെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുകയാണല്ലോ, ഇവിടെ ഇരിക്കുന്നത് പടച്ചവനെ കുറിച്ച് പറയാനാ, സംഘടന പറയാനല്ല, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാനല്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ആരെയെങ്കിലും പരിഹസിക്കാനല്ല, ഒരാളുടെയും കുറ്റം പറയാനല്ല. കാരണം അത് പറയാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് വേണമല്ലോ. ഈ പട്ടിണി ഇരിക്കുന്നത് വെറുതെയാകാൻ പാടില്ല, ഈ പട്ടിണി ഇരിക്കുന്നത് വെറുതെയാകാൻ പാടില്ല. ഈ നോമ്പിന് പകരം സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാ. ഇല്ലെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മൾ പിടിച്ച നോമ്പ് മറ്റുള്ളവനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ, ആരെയെങ്കിലും കുറിച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഈ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു അവന് കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നാൽ, എന്റെ പ്രിയമുള്ളവര്, ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവിനെ കുറിച്ച് പറയാനാ, മുത്തുനബിയെ കുറിച്ച് പറയാനാ, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയാനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഞാനും നിങ്ങളും ഇരിക്കുമ്പോ കണ്ണ് തുറന്ന് നോക്കുമ്പോ നിനക്ക് ഈമാനിൽ
സമാധാനം ഇവിടെ ഇറങ്ങുന്നുണ്ട്, സന്തോഷം ഇവിടെ ഇറങ്ങുന്നുണ്ട്, ജീവിതത്തിൽ ആനന്ദം ഇവിടെ ഇറങ്ങുന്നുണ്ട്. പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനെയും മലക്കുകൾ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും മലക്കുകൾ പരിചയപ്പെടുകയാ, ഓരോ മനുഷ്യരെയും മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുകയാ. പക്ഷേ നമ്മൾക്കത് അറിയാൻ കഴിയുന്നില്ല, നമുക്കത് കാണാൻ കഴിയുന്നില്ല. അത് നമ്മുടെ പോരായ്മയാണ്. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിന്റെ മഹത്വമാണ് പറയുന്നത്. ഇവിടേക്ക് നടന്നു വന്നപ്പോ ഒരു ചുവട്ടടിക്ക് ഒരു കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. രണ്ട് മലക്കുകൾ ഈ സദസ്സ് മുഴുവനും ചുറ്റി നിന്നിട്ട് അല്ലാഹുവേ നിന്നെ നോക്കുകയാണ്, നിന്നെ പരിചയപ്പെടുകയാണ്, നിന്നെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയാണ്, നിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, സമാധാനം ഇറങ്ങുകയാണ്, സന്തോഷമുള്ള ജീവിതം ഇറങ്ങുകയാണ്. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദാ, നോമ്പ് പിടിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലാഹു മലക്കുകളോട് പറയുകയാ, മലക്കുകളെ എന്റെ അടിമകളെ കണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞത് ഇവരെ സൃഷ്ടിക്കരുതെന്ന്? എങ്കിലും നിങ്ങൾ നോക്ക്, അവൻ ആർക്ക് വേണ്ടിയാ പട്ടിണി ഇരിക്കുന്നത്? അവൻ ആർക്ക് വേണ്ടിയാണ് നോമ്പ് പിടിച്ചിരിക്കുന്നത്? അവൻ ആർക്ക് വേണ്ടി എന്ത് കേൾക്കാനാ അവൻ പോയിരിക്കുന്നത്? അല്ലാഹു അവിടുന്ന് മലക്കുകളോട് എന്നെയും നിങ്ങളെയും കുറിച്ച് മഹത്വം പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹു നമ്മളെ കുറിച്ച് മഹത്വം പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന പെണ്ണ്, നിന്റെ മക്കള് നിന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിലും, നാട്ടുകാര് നിന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിലും, മലക്കുകൾ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്, അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹു മലക്കുകളോട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ഇത് റമദാനിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്, ഇത് റമദാനിൽ മാത്രം കിട്ടുന്ന ഒരു മഹത്വമാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കിട്ടിയവരിൽ അല്ലാ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പ്രായം ചെന്ന വാപ്പാ, രോഗം പിടിച്ചിട്ട് നീ നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾ നിന്നെ നോക്കിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാ അല്ലാ, ഈ മനുഷ്യനെ എനിക്ക് ഇണയാക്കി തരണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയെ നോക്കിയിട്ട്, നോമ്പ് പിടിച്ച ഓരോ മനുഷ്യനെ നോക്കിയിട്ട് അല്ലാഹുവിനോട് സ്വർഗത്തിലെ പെണ്ണുങ്ങള് പറയുകയാണ്, നാദാ, ആ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ എന്ന് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ വഅദ് കേൾക്കാമെന്നവര് നിങ്ങളുടെ ഒരു ചുവട്ടടിക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു തരുമെന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവര്, ഈ പരിശുദ്ധമായ റമളാൻ മാസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കാൻ പോകുന്നവരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണ്. അല്ലാഹുവേ, നമ്മൾ തസ്ബീഹ് നിസ്കാരം തുടങ്ങി, തഹജ്ജുദ് നിസ്കാരം തുടങ്ങി, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവരുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, ഫർദ്
നമസ്കരിച്ചിട്ട് സുന്നത്ത് നമസ്കാരിക്കാതെ ഓടിയിരുന്നവര്, ഫർദ് നിസ്കരിച്ചിട്ട് മുമ്പും ശേഷമുള്ള സുന്നത്ത് പോലും നിസ്കരിക്കാതെ ഓടിയിരുന്ന ചെറുപ്പക്കാരാ, ഇന്ന് തറാവീഹിന്റെ 20 റക്അത്ത് നീ നിസ്കരിക്കാറുണ്ടല്ലോടാ. അല്ലാഹുവേ, തറാവീഹിന്റെ 20 റക്അത്ത് നിസ്കരിക്കുന്നു, അവിടുന്ന് വിത്ർ നമസ്കരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? റമദാനിലെ ഓരോ റക്അത്ത് സ്വർഗ്ഗത്തിൽ ഒരു പട്ടണം തന്നെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം